ഇതുപോലൊരു ലാൻ ടെസ്റ്റർ കണ്ടിട്ടുണ്ടോ? ഇതിൽ നമുക്ക് കേബിൾ കോണ്ടാക്ട്, അതായത് കേബിളിന്റെ കേബിൾ ടെസ്റ്റിംഗ് നടത്താം, കേബിൾ എത്ര മീറ്റർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ സ്കാൻ ഏതൊക്കെ കേബിൾ കണക്ട് ആയിട്ടുണ്ട്, ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് പുറമെ PoE ടെസ്റ്റ് ചെയ്യാം, ഫ്ലാഷ് ചെക്കിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു കേബിൾ ടെസ്റ്ററാണ്. ഇത് അതിൻ്റെ തന്നെ ടോണറാണ്, അതായത് നമുക്ക് ആ ഒരു കേബിളിൻ്റെ ആ ഒരു അറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു ടോണറാണിത്. ഇപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് കേബിൾ ഒരു പാച്ച് കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ കോണ്ടാക്റ്റിൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് പ്രസ് ഓക്കെ ടു ടെസ്റ്റ് കാണിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു 8 വയറിൻ്റെ കോണ്ടാക്റ്റ് പ്രോപ്പറാണ്, ഒന്നിൽ നിന്ന് ഒന്നിലോട്ട്. അതുപോലെ തന്നെ ഈ എല്ലാ കേബിളും പ്രോപ്പറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ വേറൊരു കേബിൾ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു കാറ്റ് 5ൻ്റെ ഒരു കേബിളാണ്, അതായത് 4 വയറുള്ള ഒരു കാറ്റ് 5 കേബിളാണ്. അപ്പോൾ നമുക്കിത് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. കോണ്ടാക്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, 1 2 3 6 ഈ ഒരു 4 വയറുകൾ മാത്രമാണ് ഈ ഒരു കേബിളിൽ കണക്ട് ആയിട്ടുള്ളൂ. ബാക്കിയൊന്നും കണക്ട് ആയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ കാണിക്കുന്നുണ്ടില്ല, അവർ 4 വയർ മാത്രം കണക്ട് ആയിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും അവർ ഇൻറ്റു മാർക്കാണ് കാണിക്കുന്നത്, അതായത് ബാക്കിയുള്ള വയറുകളൊന്നും അവിടെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു PoE സ്വിച്ചിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേബിളിൻ്റെ PoEയിൽ എത്ര കറണ്ട് വരുന്നുണ്ട് കാര്യങ്ങൾ നോക്കാം. അതിനകത്ത് PoE ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. PoE സെലക്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, അതായത് 1 2 3 6 ഈ ഒരു 4 വയറിൽ കൂടിയാണ് ഇതിനകത്ത് PoE കറണ്ട് പോകുന്നത്. പിന്നെ അതിന് പുറമെ അറൗണ്ട് 40 വോൾട്ട് DC കറണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ സ്റ്റാൻഡേർഡ് കാണിക്കുന്നുണ്ട്. PoE ഏതൊക്കെ എത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടും. ഇതിനകത്ത് ലെങ്ത് ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു പോർട്ടും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലെങ്ത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എത്ര മീറ്റർ ഉണ്ടെന്നുള്ളതിൻ്റെ ലെങ്ത് നമുക്ക് ഇതിനകത്ത് കിട്ടും. കാറ്റ് 5 ആണോ കാറ്റ് 6 ആണോ എന്ന് നോക്കും. അപ്പോൾ കാറ്റ് 6 വരിക. അതിനകത്ത് നമ്മൾ ആ ഒരു ടെസ്റ്റ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് നമുക്കിത് എത്ര മീറ്റർ എന്നുള്ളതിന് വരും. അപ്പോൾ ഇത് ചെറിയൊരു കേബിളാണ്, ഷോർട്ട് ഡിസ്റ്റൻസിൽ അധികം കാണിക്കില്ല. നമുക്ക് ഫുൾ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറ്റും. വലിയൊരു ലെങ്ത് കേബിളാണെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ലെങ്ത് മാത്രമല്ല, ഒരു ഫ്ലാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്ലാഷ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്, ആണല്ലേ, ഒരു ചെറിയൊരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് പോർട്ടിലാണോ നമ്മൾ സ്വിച്ചിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അതേ കേബിൾ ഇവിടെയും അതേ പോർട്ടിൽ ഇവിടെയും സ്വിച്ച് കണ്ടില്ലേ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയും ആ ഒരു കേബിൾ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ സ്കാനിലിട്ട് കാണിച്ചു തരാം. സ്കാനിലാണ് കിടക്കുന്നത്. ഓക്കെ അടിച്ചു. അപ്പോൾ ഇവിടെ ഡിജിറ്റൽ മോഡ് എന്ന് പറഞ്ഞ ഓണുണ്ട്. അപ്പോൾ സ്കാൻ ഉണ്ട്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചാൽ കണ്ടില്ലേ, ആ വയറിനെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ റെഡ് ലൈറ്റ് ആയിരിക്കും കത്തുന്നത്. നമ്മൾ എപ്പോഴാണോ ആ വയറിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അപ്പോഴത്തേക്കും അതിനകത്തൊരു ബ്ലൂ ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് ഒരുപാട് വയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഡിവൈസ്. നമുക്ക് വളരെ ഉപകാരപ്പെട്ടൊരു ഡിവൈസാണ്. അപ്പോൾ ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ കാണുക, ഫോളോ ചെയ്യുക, ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അടുത്ത തന്നെ ഈ വീഡിയോൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.